ഹലോ, അപ്പോൾ ഇതൊക്കെയാണ് വരുന്നത്. നമുക്കൊരു അടിപൊളി ഫേഷ്യൽ ചെയ്താലോ. ഇതിന് നമുക്ക് ആദ്യം ഒരു ക്ലെൻസർ തയ്യാറാക്കണം കേട്ടോ. അതിനുവേണ്ടി ഞാനിവിടെ റൈസ് ഫ്ലോറാണ് എടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് ഏതെങ്കിലും ഒരു ഫേസ് വാഷും തൈരും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് ഒരു 2 മിനിറ്റ് ജെന്റ്ലി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മുഖത്തുള്ള അഴുക്കും ഈ എക്സസ് ഓയിലും ഒക്കെ മാറുന്നതിന് വളരെയധികം ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യുക. അടുത്ത് നമുക്ക് എക്സ്ഫോളിയേഷന് വേണ്ടിയായിട്ട് കോഫിയും ഹണിയും ചേർന്നിട്ടുള്ള ഒരു മിക്സർ എടുക്കുക. ഇതും നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മുഖത്തുള്ള ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ മാറി, അതുമാത്രമല്ല നമ്മുടെ സ്കിന്നൊന്ന് ഹൈഡ്രേറ്റ് ചെയ്യുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നും കൂടെ വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് മസാജ് ചെയ്യാനായിട്ടൊരു ഓയിൽ തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ആൽമണ്ട് ഓയിലും ഒരു ക്യാപ്സ്യൂൾ വൈറ്റമിൻ ഇയും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്തെടുക്കുക. കൈകൊണ്ട് മസാജ് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു മസാജർ ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അത് ഒരു 2-3 മിനിറ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അടുത്തത് നമുക്ക് പാക്ക് തയ്യാറാക്കണം. പാക്കിന് ഞാനിവിടെ റൈസ് ഫ്ലോർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ മിൽക്ക് പൗഡറും പിന്നെ വൈൽഡ് ടെർമറിക്കും തൈരും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. തൈര് അല്ലെങ്കിൽ പാലോ അല്ലെങ്കിൽ റോസ് വാട്ടറോ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 10 to 15 മിനിറ്റ്സ് നല്ലപോലെ ഡ്രൈ ആകുന്നവരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഒരു വാം വാട്ടറിൽ വേണം വാഷ് ചെയ്യാനായിട്ട്. പിന്നീട് നമ്മൾ ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ദിവസം മാക്സിമം മുഖം കഴുകാതിരിക്കുക. നല്ല അടിപൊളി ഫേഷ്യലാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം.